ഒരു ചായ അങ്ങനെ ഒരു ചായ. ചായ. അല്ല ചേട്ടാ, ഇവിടെ എങ്ങനെയാ പൊതുവേ? അല്ല, ഇവിടെ പൊതുവെ എങ്ങനെയാ? പൊതുവെ വളരെ മോശ. രാവിലെ ഒരു 5-10 കച്ചവടം കിട്ടും. അത് കഴിഞ്ഞാൽ പൊതുവെ ഈ ഇരിപ്പ് തന്നെ. അങ്ങനെയുള്ള പൊതുവെ അല്ല. ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവെ ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ? മനസ്സിലായില്ല. അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണേ. വെറുതെ വേണ്ട, നമുക്ക് കാശ് കൊടുക്കാം. എന്താ പ്രശ്നം? തല്ലുള്ള തന്നെ സൂക്കേട്. അയ്യോ, ഭാഗ്യത്തിന് ആ പാറട്ട കളവ് കണ്ടില്ല. കണ്ടിരുന്നേ കാക്കക്കുട്ടി കല്ലെടുത്തിട്ടോലെ കലവലാ ചെലച്ച് അത്രയും ചളമാക്കിയെന്നെ. ദേ ശങ്കര, ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ? സ്വാമി ഇപ്പൊ എന്തൊരു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി? അതിരിക്കട്ടെ, സ്വാമി അവളോട് വല്ലതും കേട്ടാ? എനിക്ക് പോവുപോയി. തന്നെ കൊണ്ട് എന്തെരുന്ന് കൊള്ളാം. ഒരു പെണ്ണ് മോത്തോക്ക് ചിരിച്ചിട്ട് ഒന്നും മിണ്ടാവുന്നിരിക്കണേണ്ടില്ലേ? എന്തെന്നാ ചിരിച്ചേ? സുങ്ങളഞ്ഞി എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ മാറിക്കൊള്ളു. പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. പക്ഷെ ഇങ്ങനെ പിറകെ ചാളുവെ ഒലിപ്പിച്ച് കിടന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ. അതിപ്പോ എന്താ ശങ്കര ഒരു വഴി? സ്വാമി വാലേറ്റ് റുപ്പിച്ചേരി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ ഓലി മണ്ണാ കേട്ട പുല്ല് കള. കക്ഷത്തിലുള്ള പോവാനും പാടില്ല, ഉത്തരത്തിലുള്ള ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിൽ നിന്ന് 1 മാസം ലീവ് എടുത്താലോ? അത് ബുദ്ധി. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. എന്താ? അപ്പൊ പിന്നെ ഞാൻ പോട്ടെ സ്വാമി. പോവാനാ സ്വാമി? എന്തെങ്കിലും ചില്ലറ എന്റെ ഇപ്പൊ ഒന്നും ഇല്ല ശങ്കര. ശമ്പളം വായിച്ചെല്ലാം തോയം പുട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടിനെ കൊടുത്തു. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കണ ഈ കിളവി എന്തിനു ശമ്പളം വായിച്ച് ചാലയുടെ തുമ്പിക്കെട്ടി ഇടണത്? എന്റെ മുടിപ്പര അമ്മജി, ഇതെന്തൊരു ജമ്മം. ശങ്കര ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശങ്കര, ഇത് താത്തയുടെ കിണ്ടിയാ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപ്പടി വിൽക്കാം. വിറ്റോളൂ, പക്ഷെ പാട്ടി കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാണ്. സ്വാമിക്കൊരു 4 എണ്ണ ചെലവായി കൂടിയേ. എന്തിനാ? ഇതിപ്പോ ഒരു എലി വിഷം വാങ്ങിച്ച് അതിന് കൊടു. കിളവിടെ കാറ്റ് പോവും. മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കര പൊയ്ക്കോളൂ. എനിക്കറിയാം, എവനെല്ലാം പോയാലും കാര്യം നടക്കൂല, ഞാൻ തന്നെ പോണം. ദാവിക്കുന്നു നമ്മുടെ പുതിയ സീത. ഇതാ ഇതേ എന്റെ മോളാ ജാനു. പിന്നെ ഒരുമാതിരി മറ്റിടത്ത് നോട്ടമൊക്കെ ഉണ്ടല്ലോ. അത് കുളിക്കുക വസ്ത്രമൊക്കെ ചെയ്യേ സൗകര്യമുണ്ട്. അങ്ങോട്ട് എങ്ങനെയുണ്ട്? അല്ല വണ്ണം എന്നാ സീതയ്ക്ക് ഇത്ര വണ്ണേ പാടുള്ളൂ, ഇത്ര പൊക്കേ പാടുള്ളൂ എന്നൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അത് മൊയിലാളി ഏമാരുടെ പറഞ്ഞു കൊടുക്കി. ആര് സീത കിട്ടുന്നു അവളാ സീത. ഇതിനെ തന്നെ കണ്ടുപിടിക്കാൻ പെട്ടതാണ് എനിക്കറിയാം. മൊയിലാളി ഇവിടും തപ്പിയെടുത്തു. ഒന്നും പറയാണ്ടിരിക്കാ ഭേദം.
ആദ്യം അഭിനയിക്കാൻ ഒക്കൂലൊക്കെ പറഞ്ഞതാ, പിന്നെ തന്തം പിടിക്ക. ആ നാളെ ഒരു കേസുണ്ട്. എന്താടോ? ഒന്നല്ലേ മലയാളി, നമ്മുടെ നടിയിലെ തന്തയ്ക്ക് ഒരു 10 ഉറുപ്പിക കൊടുക്കേ, കള്ളു കുടിക്കേ. അതുകൊണ്ട് ഓടിക്കുന്ന പിടിച്ചോട്ട് വാങ്ങിച്ചോട്. നമ്മളെ കളിച്ചാ പോരാ, 10 ഉറുപ്പിക നമ്മൾ കൊടുക്കുള്ളൂ. വാ, നമ്മളെ മൊലാലിന്റെ ഒരു കഷ്ടപ്പാട്. കഴിഞ്ഞ പരിപാടി നഷ്ടല്ലേ മൊലാലി? എന്താ? അല്ല, ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശൊന്നും തരാതെ മൊലാലിന്റെ ആമാര് പറ്റിച്ചിരുന്നു. താനാരോടും പറയണ്ട. അന്നാ നമ്മൾ ആരോടും പറയില്ല. മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാതെ ഞാൻ സ്റ്റേജിൽ കയറുവോ? ഒറ്റടി കൊണ്ട് വെച്ചു പകയിലാണ് നമ്മളെ പോലെ. കക്കാൻ പഠിച്ചാ പോരാ, നിൽക്കാൻ പഠിക്കണം. പഠിക്കാം. മലയാളി, പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എഴുത്ത് വന്നിട്ടുണ്ടേ. നമ്മൾ ചെറിയ അഞ്ചന് മാർക്ക കല്യാണാണ്, കയ്യിൽ നിന്നും പൈസ അയച്ചു കൊടുക്കാൻ. വീട്ടിൽ കഷ്ടപ്പാടാണ്, അതുകൊണ്ടാണ് ഈ എഴുത്ത്. മലയാളി 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 ആരാണ്? എന്താണ് പരിപാടിയോ? എവിടെയാണ്? എന്തോ പരിപാടി? എവിടെയാണ്? ആ, രാമനാര വീട് ഏതാണ്? ഇത് രാമനാര വീടല്ലേ? വാഴയാണ്, വാഴ. മലയാളി, അപ്പൊ നമ്മള് പറഞ്ഞ കാര്യം അന്ന് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം. അതെന്താണെന്ന് മലയാളി, ആരും നമ്മളെ സഹായിക്കല്ലാണ്ടായിപ്പോയി, അതുകൊണ്ടാണ്. ഉറങ്ങുകയാണല്ലേ? ഉറങ്ങിക്കോളി. സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴേ അപ്പൊ ഞമ്മക്കും ഉറക്കം വരും, അപ്പൊ കാണാം. തന്നെ ഞാൻ എടുക്കാമെന്ന് സമ്മതിച്ചത് തനിക്ക് ഡാൻസ് അറിയാം, പാട്ടറിയാം എന്നൊക്കെ ഇയാള് പറഞ്ഞതുകൊണ്ടാണ്. അവസാനം മറ്റുള്ളവന്മാര് കാണിക്കുന്ന മാതിരി താൻ വല്ല കോപ്രായവും കാണിച്ചാൽ ഇല്ല മാഷേ. പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നത് വരെ ശമ്പളമില്ല. വേണ്ട സാർ, അത് കഴിഞ്ഞാലും വേണ്ട. ഞാൻ എല്ലാം വേഷ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മൊയിലാലി. അവസാനം മറ്റുള്ളവന്മാരുടെ കൂടെ കൂടി ഞഞ്ഞാപിഞ്ഞ വർത്താനം പറയാൻ വന്നോണ്ടല്ലോ. ഇല്ല മാഷേ, ഇല്ല. അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്യശാസ്ത്ര പ്രകാരം ഈ പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അതിപ്പോ പുരാണായാലും സോസിലായാലും ഇവിടെ മത്സ്യമാംസം ഒന്നും ഇല്ലല്ലോ. ഒന്നും മിണ്ടായിരേ മൊയിലാളി, സ്വാമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും അടിച്ചോണ്ട് ഇവിടെ എവിടെങ്കിലും ചൂടോടി കിടന്നോളൂ. അതെ അതെ. അപ്പൊ നമ്മൾ എവിടെയാ മത്സ്യമാംസം? സീത അശോകവനത്തിൽ. കുട്ടികളായ ശ്രദ്ധ വേണം. ഈ നക്കുന്ന കാര്യമല്ലാതെ വേറൊരു ചിന്തയില്ലല്ലേ? ഇതെന്താ സത്രമാണോ? തൊതുവ് വരാനും തൊതുവ് പോകാനും. ബസ് കിട്ടില്ല. അതെങ്ങനെയാ? ബസ് കിട്ടണമെങ്കിലേ മനസ്സ് നന്നായിരിക്കണം. നാളെ പോലും ഇങ്ങനെ താമസിച്ച് വരാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായോ? താൻ ഒരുത്തിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്ര നേരം റിഹേഴ്സൽ നിർത്തിവെച്ചത്. നീ എന്റെ രോഹിനെ ചീത്ത പറയുന്നല്ലേടാ. ഇങ്ങോട്ടിരിക്കെ. അമേരിക്ക